ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയാസിലെല്ലാത്തിലും ലൈക്ക് യൂട്യൂബിലും മുഖ്യത്തിലും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഐറ്റം ഉണ്ട്. ലൈക്ക് നോ ബേക്ക് നോ ഹീറ്റ് ഒക്കെ ആയിട്ട് ചെയ്യുന്നൊരു ഡെസേർട്ട് ഐറ്റം. സോ ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. സോ നമുക്കത് ഉണ്ടാക്കാം. ലൈക്ക് വെരി നോർമൽ മിനിമൽ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ചീസിലത്തെ ചീസ് കേക്ക് സെറ്റപ്പാണ് നമ്മൾ ആക്കാൻ പോകുന്നത് യൂസിങ് ഗ്രീക്ക് യോഗർട്ട്. സോ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പോവാം. സോ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ നമുക്ക് വേണ്ടത് കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് ആണ്. സോ കണ്ടൻസ് മിൽക്ക് വേണം നമുക്ക്. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീക്ക് യോഗർട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് മതി. യൂഷ്വലി ഇവർ ലോട്ടസ് ബിസ്കോഫ് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഞാനിവിടെ ഒരു മിൽക്ക് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് സെറ്റാക്കാനായിട്ടൊരു കണ്ടെയ്നർ എടുക്കാം. ഇനി നമുക്ക് കണ്ടെയ്നറിലേക്ക് നമ്മുടെ ഫുൾ ഗ്രീക്ക് യോഗർട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഫുൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു ഭയങ്കര ഒരു ഷുഗറി ടേസ്റ്റ് കൊണ്ടിട്ട് കാര്യമില്ല. ഒരു ചെറിയൊരു സൂർനെസ് ഇടയ്ക്ക് തരണം ആ ഒരു കേടിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ്സൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. കഴിഞ്ഞിരിക്കുന്നു ഗൈസ്, നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ലിഡ് ക്ലോസ് ചെയ്യാം. നമുക്കൊരു 6 to 12 hours ഫ്രീസറിൽ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഇതിന് നാട്ടിൽ ചെറിയൊരു ഹോള് കണ്ടാലും പേടിക്കണ്ട. ഇത് ഞങ്ങളിങ്ങനെ റെഡിയായോ എന്ന് തോണ്ടി നോക്കിയിരുന്ന സ്പേസാണത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു ചീസ് കേക്ക് വൈബ് ഉണ്ട്. ടേസ്റ്റ് അല്ലേ? അതൊക്കെ നല്ല നിൽപ്പുണ്ട് ഗൈസ്. സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ പറയാറില്ല. ഫോക്കസ് ആവില്ല. No lessons, no coffee, nothing. Even palli like it. Guys, the thing is we need to make it with lotus biscoff, but here it was not there. So എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു മിൽക്ക് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടാകുന്നത്, നോർമൽ. This is looking like we bought it from somewhere, no? See this black dabba. ഇതിടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻ മാറുന്നത് ഇതിൻ്റെ ടേസ്റ്റില്ലാത്തതുകൊണ്ടല്ല, ഇതിന് ഭയങ്കര തണുപ്പായതുകൊണ്ടാട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.